ഇതുവരെ ഓടിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈം ഓടിക്കുകയാണ്. ചെറുതായിട്ട് കാലിങ്ങനെ വെച്ചിട്ടുള്ളൂ, ലിഗ്മെന്റ് പൊട്ടിപ്പോയി. സ്ട്രെങ്തനില്ല, ഒട്ടും സ്ട്രെങ്തനില്ല. ജസ്റ്റ് ഒരു റോക്കിൽ കയറിയിട്ട് ഡൗൺ ചെയ്തതാണ്. ഇനി അതിനോടൊപ്പം തന്നെ അടുത്തൊരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാം യോഗ ഇൻസ്ട്രക്ടർ ആണ്, ഞാനാണെന്നുണ്ടെങ്കിൽ സൈക്ലിംഗ് ഫിറ്റ്നസ് ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പൊ എന്തുകൊണ്ട് ഞങ്ങൾ ഇത്രയും ഫിറ്റ്നസിൽ നിൽക്കുന്നതെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്? പ്രത്യേകിച്ച് ഓഫ് റോഡ് ഓടിക്കുന്നവർ എന്തിന് ഇത്ര ഫിറ്റ്നസ് വരണേ? ഫിറ്റ്നസ് ഇല്ലാണ്ട് ഇവരുടെ നടക്കില്ല. ഫിറ്റ്നസ് ആണ് മെയിൻ. അത് എന്തുകൊണ്ട് ഞാൻ എടുത്തു പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കുറെ പേര് ഞാൻ കാണാറുണ്ട് ഹാർഡ് കോർ ആയിട്ടുള്ള എൻഡ്യൂറും അതുപോലെ ട്രയലൊക്കെ അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് കാണുന്നുണ്ട്. പക്ഷെ ഫിസിക്ക് നമ്മുടെ സൂപ്പർ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ടയേർഡ് ആവും ചെയ്യും, അതിനനുസരിച്ച് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ എത്രത്തോളം ഫിസിക്ക് ബെറ്റർ ആക്കുന്നോ അത് നിങ്ങൾക്ക് നല്ലതാണ്. അപ്പൊ നമ്മൾ ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ചെറിയൊരു വാമപ്പാണ്, ഹെവി ആയിട്ടുള്ള ഒരു വാമപ്പൊന്നല്ല. പക്ഷെ ഇത് നിങ്ങൾ ഓൾമോസ്റ്റ് ഡെയിലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഈവൻ ഒരു ബിഫോർ റൈഡിങ്ങിന് മുന്നേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എപ്പോഴും യൂസ്ഫുൾ ആയിരിക്കും. ബൈക്ക് ഓടിക്കുമ്പോഴല്ല, നിങ്ങൾക്ക് ഡെയിലി ചെയ്യാവുന്ന കാര്യങ്ങളാണ്. കാരണം നമുക്ക് എല്ലാ ലിഗ്മെന്റിലും എല്ലാറ്റും മൂവ്മെന്റ് കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് നല്ല സ്ട്രെങ്ത് കിട്ടും. സ്ട്രെങ്ത് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഓടിക്കാനും. നോർമലി നമുക്ക് സ്ട്രെങ്ത് കുറവാണെങ്കിൽ വീണ് കഴിഞ്ഞാൽ ഇമ്പാക്ട് കൂടുതലാവും. ലാസ്റ്റ് റൈഡ് ഞാൻ കക്കാടംപൊയിൽ പോയായിരുന്നു. ഒരുത്തരം വന്നു, ഫുൾ ഗിയേഴ്സിലാണ്, ഫസ്റ്റ് ടൈം ആണ്, ഇതുവരെ ഓടിച്ചിട്ടില്ല. ചെറുതായിട്ട് കാലിങ്ങനെ വെച്ചിട്ടുള്ളൂ, ലിഗ്മെന്റ് പൊട്ടിപ്പോയി. സ്ട്രെങ്തനില്ല, ഒട്ടും സ്ട്രെങ്തനില്ല. ജസ്റ്റ് ഒരു റോക്കിൽ കയറിയിട്ട് ഡൗൺ ചെയ്തതാണ്. ക്ലൈംബ് ചെയ്തു, കാല് കുത്തി, ലിഗ്മെന്റ് പൊട്ടിപ്പോയി. പുള്ളിക്കാര് ഒരു എക്സസൈസും ചെയ്യില്ല, നേരെ ഓഫീസ് വീട്. ഇത്ര ഇമ്പോർട്ടന്റ് ആട്ടോ ഫിറ്റ്നസ് എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗമാക്കുക ഫിറ്റ്നസ്, അത്രേ ഉള്ളൂ. റൈഡിങ്ങിലേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടി സ്ട്രെസ് കൊടുക്കുക. പിന്നെ വാമപ്പ് ചെയ്യാതെ മാക്സിമം നിങ്ങൾ ആരും ഓടിക്കാതിരിക്കുക. വാമപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഞാൻ ഇവിടെ പറയുന്ന ഇപ്പൊ ഈ വാമപ്പ് എന്ന് പറയുന്നില്ലേ, അത് ബേസിക് ആണ്. നിങ്ങൾ നിങ്ങളുടേതായിട്ട് രീതിയിൽ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള വെയിറ്റ് ട്രെയിനിങ് അല്ലെങ്കിൽ സൈക്ലിങ്, റണ്ണിങ്, അതൊക്കെ നിങ്ങൾക്ക് നോക്കാം.